ഇന്ന് റോൾ മോഡലിൽ പ്രമുഖ സ്പേസ് സയന്റിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനും IAS കോച്ചുമായ ഡോക്ടർ TP ശശികുമാർ അതിഥിയായി എത്തുന്നു. അതിഥിയെ പരിചയപ്പെടുത്തുന്നത് രമേശ് പയ്യന്നൂർ. നമസ്കാരം ഡോക്ടർ TP ശശികുമാർ, ഏഷ്യാനെറ്റ് റേഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ മംഗൾയാൻ വലിയൊരു ചർച്ചാ വിഷയമായി നിൽക്കുന്ന സമയമാണ്. ഒരു സ്പേസ് സയന്റിസ്റ്റ് എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കണം. ആദ്യം വെൽക്കം. ഇന്ത്യയുടെ വലിയ നേട്ടമാണ് മംഗൾയാൻ ചൊവ്വ ദൗത്യം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ മേഖലയിലെ ഒരു ഭാവി എന്തായിരിക്കും? മംഗൾയാൻ അതേപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന ചന്ദ്രയാൻ, രണ്ട് മിഷൻസും ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാംസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ലോകത്തില് മാർസിനെ കീഴടക്കിയിട്ടുള്ള ആളോ, അല്ലെങ്കിൽ കീഴടക്കാന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ പോയിട്ടുള്ളത് ഭ്രമണപഥത്തിൽ പോയിട്ട് പിക്ചർ കളക്ട് ചെയ്യാം. ഇത്രയും ദൂരത്ത് നിന്ന് പിക്ചേഴ്സ് കളക്ട് ചെയ്ത് അത് ഇന്ത്യയിൽ നമ്മുടെ ഭൂമിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്. അപ്പൊ അതിലുപയോഗിക്കുന്ന റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ്, പ്രതലത്തെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ, അതിലുപയോഗിക്കുന്ന മെഷർമെന്റ്സ്, അതെല്ലാം സയൻസിനെ കുറിച്ചല്ല. പക്ഷെ അത്രയും ദൂരെ നമുക്കൊരു വാഹനത്തെ എത്തിക്കാൻ പറ്റുക, ഒരു സാറ്റലൈറ്റിനെ എത്തിക്കാൻ പറ്റുക, അതിനുള്ള ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി, അതിനുപയോഗിച്ചിട്ടുള്ള ഏറ്റവും PSLV പോലെയുള്ള പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, 800 കിലോമീറ്റർ മാത്രം ദൂരെ സാറ്റലൈറ്റ് അയക്കാവുന്ന ഒരു റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് മംഗൾയാൻ അയച്ചിരിക്കുന്നത്. അത് വലിയൊരു സക്സസും ലോകത്തിന് തന്നെ ഒരു ലെസണുമാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് തന്നെ വൻ വിജയമായി എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. അത് ശരിക്കും ഒരു ക്രെഡിറ്റബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ആദ്യം ഒരു 20 കൊല്ലം മുമ്പാണ് ഇന്ത്യ ആദ്യം ചെയ്തിരുന്നെങ്കിൽ വലിയൊരു ക്രെഡിറ്റ് എന്ന് പറയാൻ പറ്റും. ഈ 2014 ചെയ്തിട്ട്, കാരണം ബാക്കി പല രാജ്യങ്ങളും ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വെഹിക്കിളിന്റെ ഒരു പ്രത്യേകത, അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ 20 കൊല്ലം മുമ്പാണെങ്കിൽ ചിലപ്പം ഇത്രയും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് PSLV, എന്തുകൊണ്ട് GSLV പറ്റില്ല എന്നൊരു ചോദ്യമുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. GSLVയിലെ ചില ഫ്യൂവൽസ് ഉപയോഗിക്കുന്നതിൽ, ക്രയോജനിക് എൻജിൻസിനൊന്നും നമ്മുടെ ഒരു എബിലിറ്റി അത്ര നല്ലതല്ല. ഇപ്പോഴും നമ്മൾ റഷ്യയെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് അവരുടെ സഹായമൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ PSLV നമ്മൾ നല്ല പോലെ യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻ PSLV ഈസ് മച്ച് ഹയർ. അതുകൊണ്ടാണ് അത് തന്നെ ഉപയോഗിച്ചത്. അതായിരിക്കും ഒരു കാരണം. പിന്നെ PSLV ഇറ്റ്സെൽഫ് ഈസ് ലൈറ്റർ വെഹിക്കിൾ. GSLV അതിനകത്ത് ഫ്യൂവൽസ് കൂടുതലും 36,000 കിലോമീറ്റർ ദൂരെയുള്ള ഇൻസാറ്റ് പോലെയുള്ള അതിനുപയോഗിക്കുന്ന GSLVക്ക് കുറച്ചും കൂടി ഹെവിയർ ആണ്. ഒരുപക്ഷെ GSLV ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ എക്യുപ്മെന്റ്സ് കൊണ്ടുപോയി കൂടുതൽ പര്യവേഷണം നടത്താൻ ഭാരമുള്ളത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോ ഇലക്ട്രോണിക്സിന്റെ അഡ്വാൻസ്മെന്റ് കൊണ്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും എക്യുപ്മെന്റ്സിനും ക്യാമറക്കൊന്നും വലിയ വെയിറ്റ് ഇല്ല. അതുകൊണ്ട് PSLV തന്നെ മതി ശരിക്കും പറഞ്ഞാൽ. കാരണം ഇൻസാറ്റ് പോലെയുള്ള സാറ്റലൈറ്റിനുള്ള വെയിറ്റ് ക്യാമറകൾക്കും ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതിനും ഒന്നും ഇല്ല. ഇപ്പോൾ ഇന്ത്യ വിക്ഷേപിച്ചു, മംഗൾയാൻ ഇപ്പോൾ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ, അതായത് ഇത്രയും തുക ചെലവിട്ടുകൊണ്ട്, കോടികൾ ചെലവിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയ ദൗത്യം ഇന്ത്യയുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുക? ഒന്ന്, ഇത്തരം എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കുട്ടികൾക്കുള്ള താല്പര്യം കൂട്ടാൻ. കാരണം ഏത് രാജ്യത്തിനും ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത്, പണ്ടൊക്കെ നെസസറി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, ടെക്നോളജി ഡ്രൈവ്സ് റിക്വയർമെന്റ്സ് എന്നാണ്. അപ്പൊ പലതും നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ഉണ്ടാക്കി കഴിയുമ്പോൾ ജനങ്ങൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റിന് ഏറ്റവും നല്ല പുഷ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഉപയോഗിക്കുന്ന പല എക്യുപ്മെന്റ്സും പല കണ്ടുപിടുത്തങ്ങളും ഈ ബാക്കിയുള്ള പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതില് മംഗൾയാണോ ചന്ദ്രയാണോ വലിയൊരു ജനങ്ങൾക്ക് ഡയറക്റ്റ് യൂസ്ഫുൾ ആകുന്നൊരു പ്രോജക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഈ പ്രോജക്റ്റുകൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റിന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ ടെക്നോളജിയുടെ ചെറിയൊരു പങ്ക് മാത്രം കൂട്ടിയാൽ ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു സയന്റിഫിക് എക്സ്പ്ലോറേഷനുള്ള ഒരു പുഷ്, അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾക്ക് ഒരു ബൂസ്റ്റിംഗ്. ഇപ്പൊ സാധാരണ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനെ കുറിച്ചോ അമേരിക്ക നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കൊന്നുമില്ല. പണ്ട് സാരാഭായി പറഞ്ഞതുപോലെ വി ആർ നോട്ട് ടു കോമ്പീറ്റ് വിത്ത് അതർ നേഷൻസ്. പക്ഷെ ബാക്കിയുള്ള നേഷൻസിനടുത്ത് നമുക്കൊരു പ്രസ്റ്റേജോടുകൂടി തലയുയർത്തി നിർത്തിയിട്ട് നമ്മളും കൊള്ളാവുന്നവരാണെന്ന് പറഞ്ഞാൽ
നമ്മൾ പറയുന്ന സമയത്ത് അവർ നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഇപ്പൊ ഈ മംഗൾയാന്റെ ഒരു പ്രാധാന്യം കൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ മോഡിക്ക് അമേരിക്കയിൽ കിട്ടുന്ന ഒരു ബഹുമാനം അതൊന്നും ചെയ്യാത്തൊരു രാജ്യത്ത് പോകുന്ന ഒരു പ്രൈം മിനിസ്റ്റർക്ക് എന്തായാലും കിട്ടില്ല. അത് തീർച്ചയായിട്ടും അതൊരു ക്രെഡിറ്റ് തന്നെയാണ്. അപ്പോൾ ഓരോ രാജ്യത്തിന്റെയും ക്രെഡിറ്റിന്റെ ഭാഗമാണ് അവർ ഇത്തരം സയൻസ് എക്സ്പ്ലനേഷൻസിന്റെ ഭാഗം. ഇപ്പോൾ ഈ ശാസ്ത്രലോകം ഇത്രയേറെ വളർന്നിട്ടും ഒരു ചൊവ്വാ ദൗത്യത്തിന് പോയത് 4 ശക്തികൾ മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഒന്ന്, ഇന്ത്യക്ക് ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് അമേരിക്കയൊക്കെ പല മിഷൻസും വേണ്ടാന്ന് വെച്ചത് അവരുടെ എക്സ്പെൻസ് വളരെ കൂടുതലായിട്ടുള്ളതാണ്. അത് നമ്മുടെ ഒരു ക്രെഡിറ്റ് തന്നെയാണ്. നമുക്ക് ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് അത് നമ്മൾ സാധാരണ തമാശയായിട്ട് പോലും മാനേജ്മെന്റ് പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ ജപ്പാനിൽ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി സോപ്പിന് റാപ്പോ ഉണ്ടാക്കിയ സമയത്ത് അത് സോപ്പില്ലാണ്ടും ചിലപ്പോൾ റാപ്പ് ചെയ്തിട്ട് സോപ്പ് പാക്ക് ചെയ്ത് കടയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ അമേരിക്കയിൽ നിന്ന് $60,000 million വിലയുള്ള ഒരു എക്യുപ്മെന്റ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണ സോപ്പ് ഫാക്ടറി ഒരു 1000 രൂപേന്റെ ഫാൻ വെച്ചിട്ടാണ് കാറ്റടിക്കുക. അപ്പൊ ഈ സോപ്പ് പോവാത്ത റാപ്പോ ഉള്ള പേപ്പേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ഏത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലും ചീപ്പസ്റ്റ് ആയിട്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അതിനുള്ള കഴിവ് നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാ മേഖലകളിലും ഉണ്ട്. അത് സയന്റിസ്റ്റിന്റെ കമ്മ്യൂണിറ്റിയിലുണ്ടെന്ന് മാത്രം. തീർച്ചയായിട്ടും. ഈ ചൊവ്വാ ദൗത്യം വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. നമ്മൾ ഈ സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയുന്ന ഒന്നാണ് ഈ ആഗോള താപനവും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ഗൾഫിലെ കാര്യം എടുത്താൽ പോലും താങ്ങാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ ഈ സമയത്തും. ഒക്ടോബർ മാസത്തിൽ എത്തിയിട്ട് പോലും താങ്ങാൻ പറ്റാത്ത ചൂടാണ്. ശരിക്കും തണുപ്പ് തുടങ്ങേണ്ട കാലമായി. ലോകത്തെല്ലായിടത്തും ഈ ചൂടിന്റെ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ആഗോള താപനം എന്ന പ്രതിഭാസം എന്താണ് ശരിക്കും? ഈ ആഗോള താപനം എന്ന് ഇപ്പൊ അറിയപ്പെടുന്ന ഗ്ലോബൽ വാർമിംഗ് അത് ശരിക്കും ഒരു അമേരിക്കൻ പൊളിറ്റിക്സ് ആണ്. ആണോ? അങ്ങനെ ഒരു ആഗോള താപനം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ആഗോള താപനം പ്രെഡിക്റ്റ് ചെയ്യുന്നത് 2050 ആവുമ്പോഴത്തേക്കും ഒരു 2-3 ഡിഗ്രി കൂടുന്നു മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വിന്ററിന്റെ ഇപ്രാവശ്യം ഉണ്ടാവുന്ന വിന്ററും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ചേഞ്ചസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിന്ന് വരാം. പക്ഷേ 2 വിന്ററുകൾ തമ്മിലുള്ള വ്യത്യാസവും 2 സമ്മറുകൾ തമ്മിലുള്ള വ്യത്യാസവും ഇത് വെതറാണ്. ഇത് ക്ലൈമറ്റ് അല്ല. വെതർ ക്യാൻ ഓൾവേസ് ചേഞ്ച്. പക്ഷെ അതേസമയത്ത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസുകളെയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റ് വേരിയേഷൻസ് ഇല്ല അധികം. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 ഡിഗ്രിയുടെ മാറ്റം 50 കൊല്ലം കൊണ്ട്. ഇപ്പൊ ഈ ഗൾഫ് നാട്ടിൽ തന്നെ നല്ല ചൂടും നല്ല തണുപ്പും ഉണ്ട്. ഇത് രണ്ടും 6 മാസത്തിനുള്ളിൽ മാറി വരുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരല്ല നമ്മൾ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഒരു 50 വർഷത്തിന് ശേഷം 2 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്നു പറഞ്ഞിട്ട് ഇത്രയൊക്കെ വേവലാതിപ്പെടാനുള്ള കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് വെറുതെ ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമാണ്. ഒന്നാമത് ഈ ആഗോളതാപനത്തിന് ഇപ്പം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആഗോളതാപനത്തിന്റെ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം നടന്നിട്ടുള്ളത് എല്ലാ വെഹിക്കിളിന്റെയും പൊല്യൂഷൻ ചെക്കിംഗ് ആണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു വെഹിക്കിളിന് പൊല്യൂഷൻ ചെക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവർക്കും കിട്ടണം. ഇനി ടെമ്പറേച്ചറിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രാധാന്യമുള്ള ഒരു സംഭവം എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. പൊല്യൂഷൻ കൊണ്ടാണെന്ന്. പൊല്യൂഷൻ ടെമ്പറേച്ചറിന്റെ പുറത്തേക്കുള്ള ബഹിരണം കുറച്ചിട്ട് സർഫസ് ടെമ്പറേച്ചർ കൂട്ടാൻ കാരണമായിട്ട് മാറുന്നുള്ള എല്ലാവർക്കും അറിയുന്ന തത്വമാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് പ്രതലത്തിൽ കൂടുന്നത് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണല്ലോ ചെടികൾ വളരുന്നത്. അങ്ങനെയാണെങ്കിൽ ചെടികൾക്ക് സന്തോഷം കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുമ്പോൾ ചെടികൾ നല്ലപോലെ വളരും. ചെടികൾ നല്ലപോലെ വളരുമ്പോൾ ഓക്സിജൻ കൺവേർട്ട് ചെയ്തിട്ട് ഓക്സിജൻ നല്ലപോലെ കിട്ടും. എയർ പൊല്യൂഷൻ ഇല്ലാണ്ടാവും. ഇതൊരു സൈക്കിളാണ്. ഹോൾ എർത്ത് ഈസ് എ ലൈവ് എർത്ത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. 1970s അന്നത്തെ നേച്ചർ മാഗസീൻസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിൽ വേൾഡ് ഈസ് ഗോയിങ് ടു ബി ചിൽഡ് എന്നാണ്. വളരെ വളരെ തണുപ്പാവാൻ പോവാണ്. അതുകൊണ്ട് ലോകമാകെ മരവിക്കാൻ പോവാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് 1980s ആവുമ്പോൾ കുറച്ചും കൂടി ചൂട് കൂടി തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം മോട്ടോർ വാഹനങ്ങളുടെ പെരുപ്പം എത്ര ഇരട്ടിയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അത്രയധികമായിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് പുറത്തുവിടുന്ന കാർബൺ മോണോക്സൈഡ് പോലെയുള്ള പല വാതകങ്ങളും ഈ ഒരു പ്രശ്നം ഉള്ളത് എന്താ വെച്ചാല്, ഒന്ന് കോൺക്രീറ്റ് ആണ് പലയിടത്തും. പണ്ടത്തെ കോൺക്രീറ്റ് മുഴുവൻ കോൺക്രീറ്റ് അബ്സോർപ്ഷൻ മാറും. പിന്നെ മനുഷ്യന്മാരുടെ ഈ ടോളറൻസ് ലെവൽ വളരെ കുറഞ്ഞിട്ടുണ്ട്.
അന്ന് കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് കേരളത്തിൽ എല്ലാവരും ഷർട്ട് അയച്ച് അല്ലെങ്കിൽ ഒരു പിന്നെ ചാരി കസേരയിൽ ഇരുന്ന് നല്ല സുഖമായിട്ട് വീശിക്കഴിഞ്ഞാൽ അവന് സുഖം കിട്ടും. ഇന്ന് AC ഇല്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ദർ ഈസ് എ ലോക്കൽ വാർമിംഗ്, നോട്ട് എ ഗ്ലോബൽ വാർമിംഗ്. ലോക്കൽ വാർമിംഗ് ഉണ്ട്. ആ ലോക്കൽ വാർമിംഗ് സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നല്ല സുഖകരമായി ജീവിക്കാൻ പറ്റുന്ന വില്ലേജുകളും നല്ല പ്രതലങ്ങളും നല്ല പോലെ ഉണ്ട്. അപ്പൊ ഞാൻ വരുന്നത് റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിലാണ്. ഇപ്പോഴും രാവിലെ 8 മണിക്ക് മിസ്റ്റും സുഖമായിട്ടുള്ളതും ഏപ്രിൽ അടക്കം നല്ല മിസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ വില്ലേജ്. അവിടെ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു ഫാൻ പോലും ഇല്ല, എയർ കണ്ടീഷണേഴ്സ് ഇല്ല. ഫാൻ എന്ന് പറയുന്ന ഒരു സാധനയെ വീട്ടിൽ വെച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ അവിടെ താമസിക്കണത് നടുവിൽ എന്റെ വീട്ടിൽ ഫാൻ ഇല്ല. ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഫാൻ പോലും ഉപയോഗിക്കണില്ല. അത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ട്, ജ്യോതിഷം കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രഹങ്ങളെയൊക്കെ പറയുന്ന സമയത്ത് ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ചൊവ്വ ദൗത്യം നടത്തുന്നു, പിന്നെ ചന്ദ്രനിലേക്ക് പോകുന്നു. ഇതെല്ലാം നമ്മൾ ഈ പിന്നെ ജ്യോതിഷികൾ ഗണിച്ച് പറയുന്ന കുറെ ഗ്രഹം. 2 കൺസെപ്റ്റുകൾ പറയേണ്ടത്. ഗ്രഹം എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് പ്ലാനറ്റ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ ചൊവ്വ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അസ്ട്രോളജിയിൽ ഹോറോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ചൊവ്വ ആ ഗ്രഹം തന്നെയാണ് ഫിസിക്കലി. പക്ഷെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അവിടുന്ന് വരുന്ന എനർജിയാണ്. എല്ലാത്തിനും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറെ ശക്തികളുണ്ട്. പ്ലാനറ്റ്സിന്റെ എനർജിയെ കുറിച്ച് മാത്രമേ പറയണ്ടൂ. ഇപ്പം ചന്ദ്രൻ എന്ന ഒരു പ്രതിഭാസത്തിന് മനുഷ്യർ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ മനകാരകനാണെന്നും നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു. അത് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ. അപസ്മാര രോഗികൾക്ക് ചന്ദ്രഗ്രഹണമുള്ള സ്ഥലത്ത് അസുഖം കൂടും. വളരെ എവിഡന്റ് ആയിട്ട് എല്ലായിടത്തും കാണുന്ന സ്ഥലമാണ്. പിന്നെ ശരീരത്തിൽ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫെറോ മാഗ്നറ്റിക് ഫ്ലൂയിഡ്സ് ആണ്. ഈ ഫെറോ മാഗ്നറ്റിക് ഫ്ലൂയിഡ്സിന് ബാക്കി ഗ്രഹങ്ങളുടെ ആകർഷണ ശക്തിയെ മാത്രമല്ല ഭൂമിയുടെ ആകർഷണ ശക്തിയെ കൂടി നല്ല പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതല്ലെങ്കിൽ നേരെ നിൽക്കുന്ന മനുഷ്യന്റെ ബ്ലഡ് താഴത്തേക്ക് വരേണ്ടതാണ്. പക്ഷെ മാഗ്നറ്റിന് ഈ ബ്ലഡിന് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്നാ പറയാം. അത് ന്യൂട്ടൺസ് റൂൾസ് ഒന്നും ബാധകമല്ല അതിന്. അപ്പൊ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസും ഭൂമിയുടെ ഇൻഫ്ലുവൻസും നല്ല പോലെ ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ കൈലാസ യാത്രക്ക് പോയ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മട്ടോബ എന്ന് പറഞ്ഞ ഒരാള്, നമ്മൾ ഈ ചന്ദ്രന്റെ 3 ഇരട്ടി വലുപ്പത്തിലാണ് കൈലാസത്തിലിരിക്കുമ്പോൾ ചന്ദ്രനെ കാണാം. കാരണം ഹൈറ്റ് വളരെ കൂടുതലായതുകൊണ്ട് അവിടുന്ന് ചന്ദ്രന് കുറച്ചും കൂടി അടുത്തെത്തും നമ്മൾ. അപ്പൊ ഞാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഈ മൂൺ കാണാൻ. 3 ഇരട്ടി വലുപ്പത്തിലൊരു ചന്ദ്രനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം. അത് ഞാൻ മട്ടോബയായിട്ട് പങ്കുവെച്ച സമയത്ത് അദ്ദേഹം പറയണ്ടായി, ഇതേ ചന്ദ്രനാണ് പിന്നെ കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന തിരമാലകൾ ഉണ്ടാക്കുന്നതെന്ന് മറക്കരുതെന്ന്. ഈ പാവപ്പെട്ടൊരു ചന്ദ്രനാണെങ്കിലും ചന്ദ്രൻ വളരെ സോഫ്റ്റ് ആണ്, പാവാണെന്നൊക്കെ തോന്നല്, അതുണ്ടാക്കുന്ന ഒരു കോളിളക്കുണ്ടല്ലോ, അതുപോലെയാണ് മനുഷ്യന്മാരുടെ മനസ്സ്. അതുകൊണ്ട് ആലോചിച്ച് നോക്കണം, ഈ അസ്ട്രോളജിയിൽ ഉപയോഗിക്കുന്ന മനസ്സ് മനകാരകനാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കാനും പറ്റുന്ന ഒരു മനസ്സ് പെട്ടെന്ന് പ്രകമ്പനം കൊണ്ടിട്ട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു മനസ്സാണ്. അപ്പൊ ഈ ഇത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് വേറെ ഒരു മെക്കാനിസവും ഉപയോഗിച്ചിട്ട് ഒരു മനുഷ്യനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചന്ദ്രന്റെ സ്ഥാനം ഉപയോഗിച്ചിട്ട് ഒരാളുടെ മനസ്സ് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ അതുകൊണ്ട് അസ്ട്രോളജിയിലെ പ്ലാനറ്ററി പൊസിഷൻസിന്റെ എനർജി ലെവൽസ് മെഷർ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഹൈലി സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് അസ്ട്രോളജി. അതിൽ പ്രിഡിക്ഷൻസിൽ കുറേ തെറ്റുകൾ പറ്റും. അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതല്ലെങ്കിൽ ഇറ്റ്സ് ശാസ്ത്രം എന്ന നിലയിൽ ഹൈലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. റോൾ മോഡലിൽ ഇന്നത്തെ അതിഥി പ്രമുഖ സ്പേസ് സയന്റിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനും IAS കോച്ചുമായ ഡോക്ടർ TP ശശികുമാർ. റോൾ മോഡൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും. റോൾ മോഡൽ തുടരുന്നു. ഇന്നത്തെ അതിഥി പ്രമുഖ സ്പേസ് സയന്റിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനും IAS കോച്ചുമായ ഡോക്ടർ TP ശശികുമാർ. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. സന്തോഷം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ധാരാളം പരാതികൾ നമ്മൾ നിത്യേന കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കേട്ടത് തിരുവനന്തപുരത്ത് നടന്ന പട്ടിക്കൂട്ടിൽ കൊച്ചുകുട്ടിയെ അടച്ചുപൂട്ടിയ ഒരു സംഭവമാണ്. മലയാളം പറഞ്ഞതിന് കുട്ടിയെ മൊട്ടയടിപ്പിച്ച നാടാണ് നമ്മുടെ നാട്, കേരളം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വരുന്ന ചീഞ്ഞു നാറിയ ഒരുപാട് വാർത്തകൾ ഇന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളരെ മുന്നോക്ക അവസ്ഥയിലാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ വളരെ മോശപ്പെട്ട വാർത്തകളാണ്.
നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ടീച്ചേഴ്സാണ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കിട്ടാനില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ലാസ്റ്റ് ഓപ്ഷനാണ് ടീച്ചിങ്. നമ്മളിപ്പോൾ ഏത് ബി.എഡ് കോളേജിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ അറിയാം, പലരും പറയാറുള്ളത് ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ പഠിപ്പിക്കാൻ പോവാം എന്നുള്ളത്. കാരണം ആർക്കും പോകാൻ പറ്റുന്ന ഒരു ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്തും ഔട്ട്പുട്ട് എത്രയുണ്ട്, അയാളെ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടോ ആവശ്യത്തിന്, അതല്ലെങ്കിൽ പണിഷ്മെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. കേരളത്തില് വിശിഷ്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകപ്പാടെ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചിങ്ങിന് ഫാക്കൽറ്റിക്ക് യാതൊരു അത്തരം ഇവാലുവേഷനും നടത്താനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ഒരു മാഷായാൽ അയാൾ ഒരു പ്രാവശ്യം പാസ്സാവുന്ന സമയത്ത് പഠിച്ചാൽ മതി, പിന്നെ എപ്പോഴും പഠിക്കണ്ട എന്നുള്ള. നമ്മുടെ തൊട്ട അയൽവാസിയായിട്ടുള്ള രാജ്യമാണ് ചൈന. ചൈനയിൽ എല്ലാ ടീച്ചർമാരും എക്സാം എഴുതണം എല്ലാ വർഷവും. അത് നിർബന്ധമാണ്. അവർ ഡിസ്ക്വാളിഫൈഡ് ആയാൽ പിന്നെ അവർക്ക് ടീച്ചേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു വാസ്തവം അവിടെ ഉണ്ടെന്ന് വെച്ചാൽ നല്ലോണം പെയ്ഡ് ആണ്. നമ്മുടെ ടീച്ചേഴ്സ് ആർ വെരി ലെസ് പെയ്ഡ്. അത് ശരിയാണ്. ഇപ്പൊ 3000 രൂപക്ക് ജോലി ചെയ്യുന്ന ടീച്ചർമാരടക്കം എനിക്കറിയാം CBSE സ്കൂൾസിൽ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥത കുറയും. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടാനുള്ളത് കൊണ്ട് ഇതിന് ആർക്കും ടീച്ചേഴ്സ് ആവാം. അപ്പൊ ഈ നിലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്വാളിറ്റി കാണിച്ചു കൊടുക്കണം. ആ കാണിച്ചു കൊടുക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് പണിഷ് ചെയ്യുന്ന ടീച്ചർമാർ ഒന്നുകിൽ ഏറ്റവും നല്ല ടീച്ചേഴ്സ് ആവും, അല്ലെങ്കിൽ ഏറ്റവും മോശം ടീച്ചേഴ്സ് ആവും. കാരണം ഏറ്റവും നല്ലോണം നല്ല ടീച്ചേഴ്സിന് പിള്ളേരെ അടിക്കാനുള്ളൊരു അല്ലെങ്കിൽ പിള്ളേരെ പണിഷ് ചെയ്യാനുള്ളൊരു ഇത്തരം മെത്തേഡുകളല്ല, പക്ഷെ അറിയാണ്ടൊന്ന് കൊട്ടാനോ അടിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരു പ്രാവശ്യം പണ്ട് പറയാറുണ്ട്, ഒരു ഏത് മാഷക്കും കുട്ടി അടിച്ചാൽ ഒന്ന് പ്രാവശ്യം പിന്നെ തലോടിയാൽ മതി, തടവിയാൽ മതി എന്നാ പറയാം. ഒരു പ്രാവശ്യം തടവിയാൽ മാറുന്നതേ ഉള്ളൂ മാഷന്മാരും കുട്ടികളും തമ്മിലുള്ള പിണക്കം. പക്ഷെ ഇപ്പം 3 കൊല്ലോ 5 കൊല്ലോ തടവിലിട്ടാലേ ഈ പ്രശ്നം തീരുള്ളൂ എന്നുള്ള സ്ഥിതിയിലായിട്ടുണ്ട്. കാരണം അതിന് ക്വാളിഫൈഡ് അല്ലാത്തവരെ ചിലപ്പോൾ തടവിലിടേണ്ടി തന്നെ വരും. നമ്മുടെ കുട്ടികൾ, കൊച്ചു കുട്ടികളോട് പോലും ഇങ്ങനെ ഒരു ക്രൂരമായിട്ട് പെരുമാറാൻ എങ്ങനെയാണ് അധ്യാപകർ കഴിയുന്നത്? ഇത് ഒന്നാമത് പാരന്റ്സും സൊസൈറ്റിയും വല്ലാണ്ട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് കുട്ടികളെയും ടീച്ചേഴ്സിനെയും. ഇപ്പൊ ഞാൻ പറയുന്ന സാധാരണ കുട്ടികൾ 4 ക്ലാസ് പാസ്സാവുന്നവരെ കുട്ടികളൊന്നും പഠിക്കണ്ടെന്നാണ് ഞാൻ പറയാറ്. അവര് വെറുതെ ലോകം കണ്ട് നടന്ന്, ഞാനൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, കണ്ട് മനസ്സിലാക്കി എല്ലാവരുമായിട്ട് തൊട്ടറിഞ്ഞ്. ഇത് വീട്ടിലെത്തുമ്പോ തന്നെ അമ്മ ആദ്യം ചോദിക്കുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് നീ ഇരുന്ന് പഠിച്ചോ. അവസാനം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് പ്രഷർ കൊടുക്കുന്നു. 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷയ്ക്കൊന്നും ഒന്ന് പാസ്സായാലും തോറ്റായാലും വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ബോധം വരുന്നൊരു പ്രായം 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ ഉണ്ടായാൽ മതി. അപ്പോൾ ഈ പഠനത്തിലുണ്ടാവുന്ന ഒരു പ്രഷർ, ഇപ്പൊ ഞാനൊരു സൈക്കോ തെറാപ്പിസ്റ്റും കൂടി ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് കുട്ടികളിൽ നിന്ന് കോൺസെൻട്രേഷൻ ഇല്ലായ്മയാണ്. കാരണം ഈ കോൺസെൻട്രേഷൻ ഇല്ലായ്മയുടെ ഏറ്റവും വലിയ കാരണം ക്ലാസ്സുകൾ ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ്. ആ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത വല്ലാണ്ട് പ്രഷറൈസ് ചെയ്തിട്ടാണ് കുട്ടികളുടെ ജീവിതം. ഡോക്ടർ ശശികുമാർ ഒരുപാട് അധ്യാപകർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ. ഏകദേശം ഒരു 4 ലക്ഷം ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ടീച്ചേഴ്സിന്റെ ബിഹേവിയർ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ദോഷ്യം അവര് ഇതൊരു പ്രൊഫഷനായിട്ട് കാണുന്നു, പാഷനായിട്ട് കാണുന്നില്ല എന്നതാണ്. ടീച്ചിങ് ശരിക്കും ഒരു പാഷനായിട്ട് കാണുന്നു. മുമ്പ് പാഷനായിട്ട് കണ്ടിരുന്നു. പിന്നെ അതിന് സോഷ്യൽ റെസ്പെക്ട് ഉണ്ടായിരുന്നു. അവർക്ക് വലിയ ആവലാതികളും വേവലാതികളൊന്നുമില്ല. പിന്നെ പണ്ട് ടീച്ചേഴ്സ് മിക്കവാറും ജെൻസ് ആണ്. ഇപ്പം 99.9% ഏത് B.Ed കോളേജിലും M.Ed കോളേജിലും TTC കോളേജിലും ഞാൻ ക്ലാസ് എടുക്കാൻ പോയാൽ 1 or 2 പേരിന് പോലും മരുന്നിന് പോലും ഒരു ആണിന് കിട്ടാനില്ല. കംപ്ലീറ്റ് ലേഡീസ് കീഴടക്കിയിരിക്കാണ് ഇപ്പൊ. അപ്പൊ ഞാൻ അവര് മോശമാണെന്നല്ല പറഞ്ഞത്, അതൊരു വളരെ എളുപ്പത്തിലുള്ള ഒരു ജോലി എന്നുള്ള നിലയിൽ. പക്ഷെ ലോവർ പ്രൈമറി എഡ്യൂക്കേഷനിൽ മാത്രമേ ഇത് കാണുള്ളൂ. ഹയർ എഡ്യൂക്കേഷനിൽ നമുക്ക് ജെൻസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ലോവർ എഡ്യൂക്കേഷനിൽ ലേഡീസ് ആണ് നല്ലതും. കാരണം അവർക്ക് കുറച്ചും കൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റും ഫീലിങ്സും കുട്ടികളെ മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടാവണം എന്നാണ് ധാരണ. പക്ഷെ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് അവരെത്തുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഒരു ശരിക്കുത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. ഇപ്പോൾ കേരളത്തിലൊക്കെ CBSE സ്കൂൾസിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതിന് പാകമായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നോ എന്ന് തർക്കിച്ച് പറയാൻ പറ്റും. ശിക്ഷ എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടല്ലോ, യൂത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്താണ് ശിക്ഷയുടെ ഒരു ദൗത്യം? ശിക്ഷ ഒരു ശരിക്കും പറഞ്ഞ ഒരു വെർച്വൽ ഓർഗനൈസേഷനാണ്. എവിടെയാണത്? ഹൈദരാബാദിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ട്രസ്റ്റാണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ മലയാളത്തിലെ ശിക്ഷയല്ല, സംസ്കൃതത്തിലെ ശിക്ഷ. പഠിക്കുക, പഠിപ്പിക്കുക, ഷെയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിന്റെ കുറേ ആക്ടിവിറ്റീസ് ഹോളിഡേ പ്രോഗ്രാംസ് ആണ്. ഹോളിഡേ പ്രോഗ്രാംസിൽ
ഒരു 10-35 കുട്ടികളോളം IASന് റെഡിയായിട്ട് വരുന്നുണ്ട്. അവര് മിക്കവാറും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. നമ്മൾ വെർച്വലായിട്ട് വളരെ ആക്റ്റീവാണ്. ശിക്ഷയുടെ ഫേസ്ബുക്കിലുള്ളൊരു ഗ്രൂപ്പിന്റെ പേര് തന്നെ എഫിൽ എന്നാണ്. LIFE എന്ന് തിരിച്ചെഴുതിയാലാണ് എഫിൽ നിന്ന് കിട്ടുക. ഏകലവ്യ ഫോർ ഫ്യൂച്ചർ ഇന്ത്യ ലീഡർഷിപ്പ് എന്നാണ്. അത് സിവിൽ ആസ്പിരൻസിന്റെ ഒരു ഗ്രൂപ്പാണ്. അതുപോലെ ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്റെ വെബ്സൈറ്റിൽ തന്നെ നോക്കിയാൽ ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം. അപ്പോൾ ഹോളിഡേ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതികളിൽ പഠിക്കുക. വ്യത്യസ്തമായ രീതികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ക്ലാസ് മുറികൾ പാർക്കുകളാവാം, അല്ലെങ്കിൽ ക്ലാസ് മുറികൾ പിന്നെ റെയിൽവേ സ്റ്റേഷനുകളാവാം, അല്ലെങ്കിൽ ട്രെയിനുകളാവാം. അങ്ങനെ പല സ്ഥലങ്ങളിലും ചുറ്റി നടന്നിട്ടും ഒക്കെ കാര്യങ്ങൾ പഠിക്കുക, ലോകത്തെക്കുറിച്ച് അറിയുക, വിശേഷിയ ഇന്ത്യയെക്കുറിച്ച് അനുഭവിച്ചറിയാം, ഇന്ത്യയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പം ഞങ്ങള് ഗ്രൂപ്പുകളായിട്ട് ചിലപ്പം ഒരു പ്ലാനറ്റോറിയം കാണാൻ പോയാലും അല്ലെങ്കിൽ എക്സിബിഷൻ ഗ്രൗണ്ട് കാണാൻ പോയാലും അവിടെയുള്ള എല്ലാ സംഭവങ്ങളും പഠിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ മനുഷ്യന്മാരെ പഠിക്കാൻ കഴിവുള്ള വ്യക്തികളാക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം. അതിൽ സബ്ജക്റ്റുകളോ യാതൊരു ബൗണ്ടറികളോ ഇല്ല, എല്ലാം പഠിക്കാം. ഇപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് വന്നാൽ MBA സിലബസിലുള്ള ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചാൽ ഇതെന്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് മാറി തിരിഞ്ഞു നിൽക്കാതെ അതും പഠിക്കാൻ സാധിക്കുന്ന കുട്ടികളായിട്ട് മാറിയാൽ. അപ്പൊ ലേൺ ആൻഡ് ടീച്ച്, ലേൺ ഹൗ ടു ലേൺ ആൻഡ് ലേൺ ഹൗ ടു ടീച്ച്, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഹൈദരാബാദിൽ മാത്രമാണോ ഈ IAS കോച്ചിങ് കൊടുക്കുന്നത്? ഇപ്പൊ കേരളത്തില് ഡെസ്റ്റിനേഷൻ IAS എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തില് കോട്ടയം മുതൽ കണ്ണൂർ വരെയുള്ള ഓരോ ഡിസ്ട്രിക്റ്റുകളും, ഇപ്പൊ കൊച്ചിയിൽ അടുത്ത ആഴ്ച ഇനോഗ്രേഷൻ തുടങ്ങുന്നു. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇത്തരം ഡെസ്റ്റിനേഷൻ IAS 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്. എന്തുകൊണ്ട് 7ാം ക്ലാസ്? 7ാം ക്ലാസ് മുതലാണ്, ഞാൻ പറഞ്ഞില്ല 6ാം ക്ലാസ് വരെയെങ്കിലും വളരെ രസകരമായിട്ടൊക്കെ അവർ ലാംഗ്വേജുകൾ പഠിക്കാൻ വേണ്ടത്. പിന്നെ വരുമ്പോഴാണ് ലിറ്ററേച്ചറും സയൻസും ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കേണ്ടത്. കുറച്ച് വായനാ താല്പര്യം ഉണ്ടാവുക, ലോകത്തെ കണ്ടറിയുക. ആ സമയമാകുമ്പോഴത്തേക്കും അവർക്കൊരു വിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വിഷൻ IAS, മിഷൻ IAS അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ IAS എന്നാണ് പേര് കൊടുത്തെങ്കിലും പഠിക്കാൻ പഠിപ്പിക്കുക, നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് ഭാരതത്തെ മനസ്സിലാക്കുക. അപ്പൊ വരും വർഷങ്ങളിൽ നല്ല കുറെ IAS നമുക്ക് കിട്ടും. എന്റെ ഒരു ലക്ഷ്യം ഒരു 5 വർഷം കൊണ്ട് എന്റെ ഒരു 500 സ്റ്റുഡൻസ് എങ്കിലും IAS എഴുതിയിട്ടുണ്ടാവണം. അതിലൊരു 10-100 പേരെങ്കിലും കേരളത്തിൽ നിന്നാവുക എന്നുള്ളൊരു സന്തോഷമായിട്ടുള്ള സംഭവമാണ്. കാരണം കേരളത്തിന് ഇപ്പം 170ഓളം IASകാരെ വേണ്ടതിൽ 100 പേരേ ഉള്ളൂ. ബീഹാർ പോലെയുള്ള രാജ്യങ്ങളിൽ, സംസ്ഥാനത്ത് 400 IASകാരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിന് 100ൽ താഴെയുള്ളൂ. അപ്പൊ നമ്മൾ ഹൈലി ലിറ്ററേറ്റ് ആണ്, വിവരമുള്ളവരാണെന്ന് പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള IASകാരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ കേരളം ഭരിക്കുന്നത് പുറത്തെ രാജ്യത്തെ ആൾക്കാരാവും. അത് സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആൾക്കാർ തന്നെ വേണം, നല്ല ആൾക്കാരൊക്കെ വേണം. അത് ഉണ്ടാവുമ്പോഴേ നമ്മുടെ മിനിസ്റ്റേഴ്സിനെ ക്ലീൻ ചെയ്യാനും, കാരണം IASകാരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സർവീസിലിരിക്കുന്ന സിവിൽ സർവൻസ് ആണ് മിക്കവാറും ഫസ്റ്റ് പേപ്പർ ഇടുന്നത്. അവർക്ക് നല്ല വിഷൻ ഉണ്ടെങ്കിൽ ലോകം നന്നാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ത്യയെ നന്നാക്കാനും വിശേഷിച്ച് കേരളത്തെ നന്നാക്കാനും ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത കാലത്തെ ഒരു ഫോക്കസ് IAS, ഡെസ്റ്റിനേഷൻ IAS എന്നുള്ളത്. IAS എന്ന് മാത്രമല്ല, സിവിൽ സർവീസ്, IAS, IPS, IFS എന്തും ആവാം. അത്രമേ. റോൾ മോഡലിൽ ഇന്നത്തെ അതിഥി പ്രമുഖ സ്പേസ് സയന്റിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനും IAS കോച്ചുമായ ഡോക്ടർ TP ശശികുമാർ. റോൾ മോഡൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും. റോൾ മോഡൽ തുടരുന്നു. ഇന്നത്തെ അതിഥി പ്രമുഖ സ്പേസ് സയന്റിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനും IAS കോച്ചുമായ ഡോക്ടർ TP ശശികുമാർ. ഡോക്ടർ ശശികുമാർ ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യ ഒട്ടുക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും നമുക്കറിയാം ജോഗ്രഫിക്കലി ഒരുപാട് വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളാണെങ്കിലും നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങൾ, സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ നദികൾ, നമ്മുടെ മണ്ണ്, നമ്മുടെ വനം, ഇതൊക്കെയാണ്. ഇന്ന് പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എങ്ങനെയാണ് അത്? ശശികുമാറിന്റെ ഒരു നിരീക്ഷണം എന്താണ്? നമ്മൾ മനുഷ്യന്റെ കൺട്രോളിലാണോ ഇതൊക്കെ? ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യനെ ഉൾപ്പെടുത്താത്തൊരു ചിന്തയുണ്ട് മനുഷ്യന്മാർക്ക്. പ്രകൃതി എന്ന് പറയുമ്പോൾ മനുഷ്യനും അതിന്റെ ഭാഗമാണ്. നമ്മൾ ചെയ്യുന്ന ഡെവലപ്മെന്റും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഭൂമിയിൽ. ഇപ്പോൾ ടിബറ്റിൽ പണ്ട് കാലത്ത്, ഇപ്പം നമ്മൾ കൈലാസത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പണ്ട് ശിഷ്യനും മകനും എന്ന കവിതയിൽ പിന്നെ പരശുരാമൻ പോകുന്ന അവസ്ഥ, അതേപോലെ പിന്നെ ശിവനെ കാണാൻ പോകുന്ന അവസ്ഥ, ആ സമയത്ത് കുബേരന്റെ നാടായിരുന്നു എന്നാണ്. അതെന്തായാലും തരിശുഭൂമിയാവാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ടിബറ്റ് പൂർണ്ണമായും തരിശുഭൂമിയാണ്. അതേപോലെ മേഘസന്ദേശം കാളിദാസൻ യക്ഷചക്രേ ജനകതനയ സ്നാനവിന്യോദകേഷും ഗശ്ചിൽ കന്ത, നിറച്ച
നിറച്ചും ഓരോരോ ചോലവൃക്ഷങ്ങളോട് അവന് സുധാസ്നാന സംശുദ്ധമാം തണ്ണീരോരും രാമഗിരിയാശ്രമനിരയിൽ അലഞ്ഞിടിനാൻ യക്ഷനേകനാണ്. സീതക്ക് പോകാൻ വേണ്ടിയിട്ട് സ്ഥലം കിട്ടാത്തത്രയും നിബിഡമായിരുന്നു വനങ്ങളെന്നാണ്. അവിടെ ഇപ്പം പുല്ലുപോലും മുളക്കുന്നില്ല. അവിടെ കാർ ഓടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്മാർ പൊല്യൂഷൻ നടത്തിയതുകൊണ്ടോ അല്ല അവിടുത്തെ വൃക്ഷങ്ങൾ പോയത്. അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധാരണ ഒരു പ്രോസസ്സാണ് ചില സ്ഥലത്ത് ക്ലൈമറ്റ് മാറുക എന്നുള്ളത്. ഇത്തരം ക്ലൈമറ്റ് മാറ്റങ്ങളെ നമ്മൾ നല്ലപോലെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിൽ വ്യത്യാസം ഉള്ള കുറേ സ്ഥലങ്ങൾ, ഇപ്പം ഡൽഹിയിലൊക്കെ നല്ല ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള സ്ഥലമാണ്. കേരളത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്, അത്രയൊന്നും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ഫലഭൂയിഷ്ടമായിട്ടുള്ള നല്ല ഭൂമി കിട്ടുന്നത്. ഇത് നാച്ചുറൽ പ്രോസസ്സാണ്. അതിനെപ്പറ്റി നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. വേവലാതിപ്പെട്ടുകൊണ്ട് നമുക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റിയ കുറേ മരങ്ങൾ നടാനാണ്. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് പയ്യന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് ഞാൻ അവിടെ നട്ടിട്ടുള്ള ചെടികൾ മാത്രം 1500 എണ്ണമാണ്. ഹെബിസ്കസ് മാത്രം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഞാൻ ഹൈദരാബാദിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ, അറോറ എഞ്ചിനീയറിംഗ് കോളേജിൽ 500 ഏക്കർ സ്ഥലമുള്ളൊരു സ്ഥലമാണ്. അവിടെ 5000-ലധികം വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കൊരു ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല, പിന്നെ തീർച്ചയായിട്ടും അത് കുട്ടികളിലേക്കും പകരുന്നുണ്ട് ഈ ഒരു ആശയം. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പണ്ട് നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 23 വൃക്ഷങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ 23 വൃക്ഷങ്ങൾ നട്ടാൽ നരകം നയാപി, നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാണ്. എന്നുവെച്ചാൽ എൻവിറോൺമെന്റൽ കൺസെപ്റ്റ് ഭാരതത്തിൽ പണ്ടേ നല്ലപോലെ ഉണ്ടായിരുന്നു. അശ്വത്ഥമേകം ഭുജമന്തമേകം ദശരന്ദ്രനിശ്ച കവിത്വബില്വ മലകത്രയശ്ച പഞ്ചാമ്രനാളി നരകം നയാപി. ഈ 23 വൃക്ഷങ്ങൾ നട്ടാൽ നിങ്ങൾ നരകത്തിൽ പോകണ്ട എന്നാണ്. ഈ ഭൂമി നരകാവാണ്ടിരിക്കണമെങ്കിൽ കുറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. ഇപ്പൊ വൃക്ഷത്തെ നടുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയായി മാറി. അത് മാത്രമല്ല, സിനിമാ താരങ്ങളുടെ പക്ഷെ ഇപ്പം കേരളത്തില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൃക്ഷത്തെ നടുന്ന ഒരു പരിപാടിക്ക് ആഗോളതാപനം മരമാണു മാർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെമിനാറിൽ ഞാനൊരു കീനോട്ട് അഡ്രസ് കൊടുത്തിരുന്നു. അപ്പൊ അവർ നടുന്ന മരങ്ങളൊന്നും ഈ പറഞ്ഞിട്ടുള്ള 23 മരങ്ങളിൽ പെട്ടതല്ല. കാരണം അത് സോഫ്റ്റ് വുഡാണ്. കാരണം ഇത് വിറ്റാലേ കാശ് കിട്ടുള്ളൂ. അപ്പൊ അതിലൊരു കമേഴ്ഷ്യൽ വശമുണ്ട്. അതുകൊണ്ട് നടുന്ന മരങ്ങൾ ഏതാണെന്ന് അറിയണം. അത് എത്ര നടണം, എത്ര എണ്ണം വേണം. ഇപ്പൊ ഇതിൽ തന്നെ പറഞ്ഞില്ല, പഞ്ചാമ്രനാളി 5 തേങ്ങ നടണം, തെങ്ങ് 5 എണ്ണം നടണം. പക്ഷെ അതേ സമയത്ത് ആല 1 നടാവും. അപ്പൊ മനുഷ്യന്മാരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് പിന്നെ തീർച്ചയായും ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് അർത്ഥം. നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ മണ്ണ്, വനങ്ങൾ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണോ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് വേണോ, ഇപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനാണ് മുമ്പിൽ. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഈ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പം നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ടിബറ്റിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാറ പൊട്ടിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. അവിടെ അത് പോസിബിളാണ്. കാരണം വെച്ചാൽ ജനങ്ങളുടെ സാന്ദ്രത വളരെ കുറവാണ്. കേരളം പോലെയുള്ള നാട്ടിൽ ജനങ്ങളുടെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഒന്ന്, അതാണ് വ്യത്യാസം. രണ്ടാമത്, ഇതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത്, ഞാൻ പണ്ട് ഒരു ട്രൈബൽസിന്റെ സ്റ്റഡിയും പ്ലാന്റേഷനിസ്റ്റുകളുടെ ലൈഫും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ കൃഷിക്കാരൻ എന്ന് പറയുമ്പോഴും പ്ലാന്റർ എന്ന് പറയുമ്പോഴും തമ്മിലുള്ള അവരുടെ മാനസികമായുള്ള വ്യത്യാസം. ഇത് ഒരു തോട്ടം എന്ന് പറയുന്നത്, ആ തോട്ടത്തിൽ റബ്ബർ മാത്രമുള്ളൊരു തോട്ടം, നമ്മളൊരു 10 മണിക്കൂർ നമുക്കവിടെ ജീവിക്കാൻ പറ്റില്ല. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ബോറടിക്കും. അതേ സമയത്ത് ഒരു ഫോറസ്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ വൈവിധ്യതയുണ്ട്. ഈ മനസ്സിലും ഈ വൈവിധ്യതയുണ്ട്, ജീവിക്കുന്ന ആൾക്കാർക്കും ഉണ്ട്, അവിടെ പോകുന്നവർക്കും ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചെങ്കിലും നല്ല കാടുകൾ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാടുള്ള സ്ഥലം മധ്യപ്രദേശാണ്. പക്ഷെ അതുകൊണ്ട് മധ്യപ്രദേശ് വളരെ നല്ല സ്ഥലവും കേരളം കാടുകൾ കുറഞ്ഞതുകൊണ്ട് മോശമാവണമെന്നില്ല. നമ്മുടെ ഏറ്റവും നല്ല ഭൂപ്രകൃതി എന്ന് പറയുന്നത് മലയും ഒക്കെയാണ്. ആ മലയിൽ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഇടിച്ചാൽ ബാക്കിയുള്ള ഭാഗം ഇടിഞ്ഞു പോകും. കാരണം ഇത് കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ കുറേ മരങ്ങൾ ഉണ്ടാവണം. അപ്പൊ ഇപ്പോഴുള്ള കാടുകളെ സംരക്ഷിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനേക്കാളും അത്യാവശ്യമായിട്ടുള്ളത് അവിടുത്തെ ട്രൈബൽസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ട്രൈബൽസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എസ് ടിയിൽ നിന്ന് എസ് സി ആക്കി, എസ് സിയിൽ നിന്ന് സാധാരണ മനുഷ്യന്മാരാക്കുമ്പോൾ കാട് പ്രൊട്ടക്ട് ചെയ്യുന്നത് വെറും പോലീസുകാരോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരോ ആയി പോകും. അപ്പൊ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് സംരക്ഷണം നടക്കുന്നില്ല എന്നാണ് സത്യം. അപ്പൊ ഇപ്പോഴും തർക്കം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണോ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് വേണോ എന്നുള്ള കാര്യത്തിൽ 2 റിപ്പോർട്ടുകളും നോക്കുന്ന സമയത്ത് രണ്ടിലും ഗുണവശങ്ങളും ഉണ്ട്, രണ്ടിലും നമ്മളെ ബാധിക്കുന്ന ദോഷവശങ്ങളും ഉണ്ട്. വലിയ ഒരു മാറ്റം രണ്ടും തമ്മിലില്ല സത്യം പറഞ്ഞാല്. അല്ല, അതൊരു റിപ്പോർട്ടിന്റെ മേലെ പഠനമായതുകൊണ്ടാണല്ലോ. പക്ഷെ ഇതിലാകെ ഇപ്പോഴുള്ളത് നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലത്ത്
ഇപ്പോൾ ട്രൈബൽസ് താമസിക്കുന്ന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ SC താമസിക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ട്രൈബൽസിന് 1 ഏക്കർ സ്ഥലം വീതം ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ട് ബാക്കിയുള്ള ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് എന്നിട്ട് അവരെന്ത് ചെയ്യണം, അവരെ ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ തന്നെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തു. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ട്രൈബൽസ് എന്നുള്ള പേര് തന്നെ അവർക്ക് അതിനകത്ത് താമസിക്കുന്നത്. അവർക്ക് അവരുടെ ഒരു അന്തരീക്ഷത്തിൽ അവരെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ താല്പര്യങ്ങളൊന്നും ട്രൈബൽസിനോ അല്ലെങ്കിൽ SCക്കോ STക്കോ അല്ല ഉള്ളത്. ബാക്കിയുള്ള ഇതിൽ നിന്ന് താല്പര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മളിപ്പോ ഏത് കേരളത്തിന്റെ ഭാഗത്ത് പോയാലും അവർക്കൊക്കെയുള്ള വ്യത്യാസമായിട്ടുള്ള കുറെ ആഗ്രഹങ്ങളുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായും. റോൾ മോഡലിൽ ഇന്നത്തെ അതിഥി പ്രമുഖ സ്പേസ് സയന്റിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനും IAS കോച്ചുമായ ഡോക്ടർ TP ശശികുമാർ. റോൾ മോഡൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും. റോൾ മോഡൽ തുടരുന്നു. ഇന്നത്തെ അതിഥി പ്രമുഖ സ്പേസ് സയന്റിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനും IAS കോച്ചുമായ ഡോക്ടർ TP ശശികുമാർ. വളരെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനുള്ള കാര്യം, ഒന്നിച്ച് പഠിച്ച ആളെന്ന നിലയിൽ ഡോക്ടർ ശശികുമാറിനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിലുള്ള സന്തോഷം, അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ദുബായിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. കുറേ വർഷങ്ങളായി, 25 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഞാനും രമേഷും കൂടി കാണുന്നത്. നമ്മൾ ഒരേ കോളേജിലാണ് പഠിച്ചത്. ഗവൺമെന്റ് നമ്മൾ ആ പടം, എന്റെ പഴയ പടം ഞാൻ ആ സമയത്തുള്ള എന്റെ പ്രീ ഡിഗ്രി പിക്ചർ ഇടാൻ തന്നെ കാരണം. അതെ, എനിക്ക് മനസ്സിലായി. എനിക്ക് എന്റെ മനസ്സിൽ അപ്പോൾ തന്നെ ആ പഴയ ശശികുമാറിന്റെ പടമൊക്കെ ഓർമ്മ വന്നു. പുതിയ രൂപം ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ രമേഷിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ മുടിയൊക്കെ പോയി, അതാണ് മാറ്റം. ദുബായിലുള്ള ജീവിതമല്ലേ, ഇവിടുത്തെ വെള്ളം, കാലാവസ്ഥ. എന്നാലും പണ്ടേ ഉണ്ടായിരുന്ന അതേ എന്താണ് പബ്ലിസിറ്റി പ്രോഗ്രാംസ് അല്ല ഒരു അന്നും കോളേജ് പഠിക്കുമ്പോ ഒരു കലാകാരൻ എന്നറിയപ്പെടാനായിരുന്നു ആഗ്രഹം. പക്ഷെ ആ രീതിയിൽ തന്നെ ഇന്നും പോകുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. നമ്മളൊക്കെ യാതൊരു ഐഡന്റിറ്റി ഇല്ലാണ്ട് ആയി പോവുകയും എന്താണ് ആവണം എന്നൊരു ലക്ഷ്യബോധം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അന്നൊക്കെ. അവിടെ ഇവിടെയൊക്കെ കുറെ എഴുതും അല്ലെങ്കിൽ വായിക്കും കുറെ. ഇപ്പോ ഞങ്ങളെക്കാളൊക്കെ ഇന്ത്യ ഒട്ടും അറിയപ്പെടുന്ന വലിയ ആളായി മാറി. ഇഷ്ടമുള്ള കുറെ വിഷയങ്ങളുണ്ട്, പക്ഷെ അതൊക്കെയാണോ എത്തിയെന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മള് ഞാനത് ഈ ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ 25 വർഷമായി നമ്മൾ ഏകദേശം കണ്ടിട്ട്. ആ ഇടയ്ക്കുള്ള 25 വർഷങ്ങൾ ശശികുമാറിന്റെ ജീവിതയാത്ര എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്തും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു സ്റ്റുഡന്റ് ഒന്നും ആയിരുന്നില്ല. ഐ ആം ഓൺലി എ സെക്കൻഡ് ക്ലാസ് ഇൻ 10th and സെക്കൻഡ് ക്ലാസ്. ഞാനും അങ്ങനെയായിരുന്നു പ്രീ ഡിഗ്രിക്കും. അത് കഴിഞ്ഞ് ഞാൻ BSc പഠിച്ചത് 3 കോളേജിലാണ്. കാഞ്ഞങ്ങാട് കോളേജില്, പയ്യന്നൂർ കോളേജിൽ, അതിനു മുമ്പ് SN കോളേജില്. BScക്ക് പക്ഷെ നല്ലപോലെ പഠിച്ചു മാത്തമാറ്റിക്സ്. അന്ന് മാത്തമാറ്റിക്സ് പഠിക്കുക എന്നുള്ള ഒരു വാശിയായിരുന്നു. അത് കഴിഞ്ഞ് MSc ഞാൻ 2 കോളേജിലാണ് ചെയ്തത്. ദേവേരി കോളേജിൽ കോഴിക്കോടും, അത് കഴിഞ്ഞ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MSc. പിന്നെ MSc കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രസ്സിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ എനിക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അത് വേണ്ടാന്ന് വെച്ചാണ്. അന്നും എഴുത്തിന് താല്പര്യമുള്ളത് കൊണ്ട് പത്രത്തിൽ പോകണം എന്നൊക്കെയുള്ള താല്പര്യമുള്ളതായിരുന്നു. പക്ഷെ ഞാൻ MSc കഴിഞ്ഞപ്പോൾ MPhilഉം PhDയും ബാംഗ്ലൂരിൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. എന്റെ PhD അവാർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലെ സയന്റിസ്റ്റ് ആയിട്ട് ചേർന്നു. എവിടെയായിരുന്നു അത്? ഹൈദരാബാദിലാണ് പോസ്റ്റിംഗ്. പക്ഷെ ഹൈദരാബാദിൽ ഞങ്ങൾ പോസ്റ്റിംഗ് ഉണ്ടെങ്കിലും ഞങ്ങൾ കുറച്ചൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറഞ്ഞാലും കുറച്ച് സീക്രട്ട് പ്രോജക്ട്സ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ ഞങ്ങളെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. ഒരു 6 മാസം. അത് പുതിയ ഓഫീസിൽ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ആണ് ഞാൻ, ആദ്യത്തെ എംപ്ലോയി ആണ്. അപ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പഠിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ ബാക്കി പല സ്ഥലത്തൊക്കെ പോയിട്ട് പഠിക്കേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അഹമ്മദാബാദിലായിരുന്നു 6 മാസം. സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ, അതാണ് സ്പേസ് അപ്ലിക്കേഷനിലെ റിമോട്ട് സെൻസിങ്ങിന്റെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്ഥലം. അവിടെ നിന്നും ഹൈദരാബാദിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പഴയ പഠനത്തിലേക്കുള്ള താല്പര്യം കൂടി. ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഒരു 18 കൊല്ലം കൊണ്ട് പറ്റാവുന്ന എല്ലാ പ്രൊമോഷൻസും വളരെ ഫാസ്റ്റ് ആയിട്ട്. ഞങ്ങൾ ഹൈലി ഫ്ലെക്സിബിൾ കോംപ്ലിമെന്ററി സിസ്റ്റം ആണ്. അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ LLB പാസ്സായി, MBA പാസ്സായി, MA ഫിലോസഫിയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ തെറാപ്പികളും സംഭവങ്ങളും സൈക്കോളജിയും ഒക്കെ പഠിക്കാൻ MS ഇൻ സൈക്കോ തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് പഠിച്ചു. പിന്നെ പബ്ലിക് ലെക്ചേഴ്സ് കുറേ ഉണ്ടായിരുന്നു, കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അക്കാഡമിക്സിലുള്ള താല്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിട്ട് 2 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ഹൈദരാബാദിൽ വന്നു. കേരളത്തിന്റെ പൊളിറ്റിക്സ് കൊണ്ട് 2 കൊല്ലം ഒരുപാട് മേഖലകളിൽ
കൈവയ്ക്കാൻ സാധിച്ചു. അത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഞാൻ MSc പഠിക്കുന്ന സമയത്ത് IAS വലിയൊരു മോഹമായിരുന്നു. പക്ഷെ അത് കിട്ടാത്തതിലൊരു കുണ്ഠിതൊക്കെ മാറിയത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടുള്ള ഏക സയന്റിസ്റ്റ് എനിക്ക് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് സംശയമാണ്. പ്രൈം മിനിസ്റ്ററുടെ സ്പെഷ്യൽ ഓർഡറോടുകൂടി അങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നു. അവിടെ എന്താണ് അവിടുത്തെ ഒരു ദൗത്യം എന്താണ്? ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാബിനറ്റ് സെക്രട്ടറി മൻമോഹൻ സിംഗ് ആയിരുന്നു. മൻമോഹൻ സിംഗിന്റെ കൂടെ എല്ലാ മാസവും ഒരു ഡിന്നർ. മൻമോഹൻ സിംഗിന്റെ കൈ ഒരു 20 മിനിറ്റോളം പിടിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പം അതൊക്കെ ഒരു നേട്ടമാണ് ജീവിതത്തില്. അപ്പൊ നമ്മളെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ നമുക്ക് കുറെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ SPG പ്രൈം മിനിസ്റ്ററുടെ പ്രൊട്ടക്ഷൻ പോലെ ഈ റോയിന്റെ കീഴിൽ കുറെ ഏജൻസികളുണ്ട്. ആ ഏജൻസിയിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ സാറ്റലൈറ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കി രാജ്യങ്ങളിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പഠിക്കും. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ സാറ്റലൈറ്റ് ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ ഒരു ഓഫീസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അത് ഞാൻ ഈ 20 വർഷത്തെ സർവീസും ശരിക്കും അതിന്റെ ഭാഗമാണ്. പക്ഷെ അത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ 2-3 വർഷത്തെ ഡെപ്യൂട്ടേഷൻ ആയിരുന്നു. പക്ഷെ 2 വർഷമായപ്പോൾ അതും മതിയാക്കി ഞാൻ. കാരണം അവർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആ സമയത്തേക്കും എന്റെ 20 വർഷം കഴിഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഒരു വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തിട്ടുള്ള ഇപ്പൊ സ്വതന്ത്രമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോ ഗാർഡിയൻ പബ്ലിക് സ്കൂളിന്റെ ചെയർമാൻ, ഗാർഡിയൻ പബ്ലിക് സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ. ഗാർഡിയൻ പബ്ലിക് സ്കൂള് ദുബായിലുള്ള 4 എന്റർപ്രൈനേഴ്സ് നമ്മുടെ ഇവിടെ തന്നെ ബിസിനസ് നടത്തുന്നവരാണ്. അവര് 4 പേരും കാസർഗോഡ് പയ്യന്നൂർ ഭാഗത്തുള്ളവരാണ്. ആ 4 പേര് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു വലിയൊരു സംരംഭമാണ്. പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ നേരെ പിന്നില് കാസർഗോഡ് എന്ന് പറയണ്ട, കാഞ്ഞങ്ങാടിനും കാസർഗോഡിനും ഇടയിൽ. കാഞ്ഞങ്ങാടിന് കുറച്ചടുത്താണ്. പെരിയയില് ഏകദേശം ഒരു 12 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഓഫ് ഇറ്റ്സ് ഇന്റർനാഷണൽ കൈൻഡ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്തരം ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരാൻ പോകുന്നില്ല അടുത്തൊന്നും. ഇപ്പൊ പ്ലാനിങ്ങിൽ എവിടെ ഇല്ല ഞാൻ. പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒന്നാമത് ഈ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അവിടെ പോകുന്നത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റൈലുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്കൂൾ കൊടുക്കുക, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ആണ്. സ്പേസിനെ കുറിച്ച് ധാരാളം പഠിച്ചു. പിന്നെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. വേദം പഠിച്ചു, ജ്യോതിഷം പഠിച്ചു, വാസ്തു പഠിച്ചു. ഗുരുക്കന്മാരുടെ പുണ്യം, ഗുരുക്കന്മാരെ ഗുരുക്കന്മാരെ കിട്ടി, നല്ല ഗുരുക്കന്മാർ. അപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം ഡോക്ടർ TP ശശികുമാറിന്റെ ഇനിയുള്ള ഒരു ദൗത്യം മനസ്സിൽ കാണുന്നത് എന്താണ്? നല്ല കുറേ സ്റ്റുഡൻസിനെ ഭാരതത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ എത്തിക്കുക, നല്ല പൊളിറ്റീഷ്യൻസിനെ എത്തിക്കുക. ഇപ്പൊ എന്റെ IAS ട്രെയിനിങ്ങിന് കൂടെ വരുന്ന കുട്ടികളുടെ കുറച്ച് പേര് ഞങ്ങൾക്ക് IAS അല്ല ആവശ്യം, പൊളിറ്റീഷ്യനാണ്. അപ്പൊ ഞാൻ പറയും സാധാരണ നിങ്ങൾ ഇത് ഇന്ത്യയെ അറിഞ്ഞിട്ട് പൊളിറ്റീഷ്യൻ ആവുക. അപ്പൊ ഇന്ത്യയെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ കുട്ടികളിലൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോധം, ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ബോധം, നമ്മുടെ രാജ്യത്തെ അറിയുക, നമ്മുടെ ജനങ്ങളെ അറിയുക, അവരുടെ പൾസ് അറിയുക, എന്നിട്ട് അഡ്മിനിസ്ട്രേഷൻ ആയാലും അല്ലെങ്കിൽ അത്തരം കുറെ ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പം ബാക്കിയുള്ള ജന്മം കുറെ ആൾക്കാരെ സർവ് ചെയ്യുക, നമ്മുടെ കുട്ടികളെ കുറെ പേര് ഉണ്ടാക്കിയെടുക്കുക, ആ കുട്ടികൾക്ക് കുറെ അറിവ് കൊടുക്കുക. ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു ദിവസം ഞാനും കത്തി ചമ്പലാവും. അതിനു മുമ്പ് നമുക്ക് കൊടുക്കാനുള്ളത്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, യാത്ര നൽകിയ അനുഭവങ്ങൾ? യാത്ര വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ. ഇപ്പം നമ്മളിപ്പോൾ ഓരോ മധ്യപ്രദേശിലെ ചെറിയ ചെറിയ വില്ലേജുകളിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ചെറിയ ചെറിയ വില്ലേജുകളിൽ അമരാവതി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ആശ്രമത്തിൽ തുക്കടാജി മഹാരാജ് എന്ന് പറഞ്ഞ ഒരാളുടെ ആശ്രമത്തിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ ലൈബ്രറിയിലാണ് ഗ്രാമഗീത എന്ന് പറഞ്ഞ ബുക്ക് കാണുന്നത്. അപ്പോൾ അവിടുത്തെ സ്വാമിജി എന്നോട് പറഞ്ഞത് ഇത് വായിച്ചിട്ടാണ് മഹാത്മാഗാന്ധിക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ചൊരു അറിവുണ്ടായതെന്ന്. അപ്പോൾ ഇത് നമ്മൾ ആ ആശ്രമത്തിൽ പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു അറിവ്. അത് പല സ്ഥലത്തും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായാലും ഓരോ സ്ഥലത്ത് ചെറിയ ചെറിയ യാത്ര, ഓരോ അനുഭവങ്ങളാണ് ജീവിതത്തിൽ. അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോവുക, വ്യത്യസ്തമായ ആൾക്കാരുടെ കൂടെ ജീവിക്കുക, വ്യത്യസ്തമായ കൾച്ചറുകൾ കാണുക, ഇതൊക്കെ വലിയൊരു അനുഭവമാണ്. ഇപ്പം നമ്മളിപ്പം ആന്ധ്രയിലുള്ള മിക്കവാറും വില്ലേജുകളിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു ക്ലാസ്, പിന്നെ ലാംഗ്വേജ് പഠിക്കും നന്നായിട്ട്. ഓരോ സ്ഥലത്തും പ്രാദേശിക ഭാഷകൾ പഠിക്കും. ഇപ്പം നമ്മൾ തെലുഗും കന്നഡയും തമിഴും മലയാളവും ഹിന്ദിയും ഒരേപോലെ, ബംഗ്ല കുറച്ച് മനസ്സിലാവും, അതുപോലെ ഗുജറാത്തി കുറച്ച് മനസ്സിലാവും. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് വലിയൊരു അനുഭവമാണ്. ഇന്ത്യയുടെ ഒരു വൈവിധ്യത തന്നെ അതാണല്ലോ. ഇന്ത്യക്ക് വെളിയിലധികമൊന്നും യാത്ര ചെയ്തിട്ടില്ല. ഇപ്പം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവിടെയുള്ള ഒരു വെക്സൽ സ്കാനറിൻ്റെ ഒരു ഡയറക്ടറോട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ വെള്ളം ഡേർട്ടി ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹി ഗോട്ട് ഫ്യൂറിയസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡേർട്ടി ആണെന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, മഡ്ഡിയാണത്. വൺസ് യു ക്ലീൻ ഇറ്റ് ബിക്കംസ് വെരി ക്ലിയർ എന്ന്.
അപ്പൊ ഈ ഡേർട്ടും മഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് നമ്മൾ ആ ഉപയോഗിക്കുന്ന വാക്കുകളുള്ള തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും വാക്കുകൾ നമ്മൾ അസ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ യൂറോപ്യനിലുള്ള ഒരു പ്രൊഫസറോട് ഞാൻ വാട്ട്സ് യുവർ ഗുഡ് നെയിം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഡു യു തിങ്ക് ഐ ഹാവ് ഗോട്ട് എ ബാഡ് നെയിം? അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ ബാക്കിയുള്ളവരടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നതായിട്ടുള്ളതാണ്. അതുപോലെ രമേഷിനോട് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാലത്ത് എന്റെ ഇനീഷ്യൽ TP എന്നാണ്. ഞാൻ തല്ലിപ്പൊളിയായിരുന്നു, TP. പക്ഷെ ഇപ്പൊ ഞാൻ കേരളത്തിൽ പോയിട്ട് സാധാരണ പറയാനുള്ള തല്ല് എന്നുള്ള വാക്ക് മാറിയിട്ട് ഇപ്പൊ അടിയായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ തല്ലിപ്പൊളിയല്ല, ഞാൻ അടിപൊളിയാണ്. ഇപ്പൊ തല്ലും അടിയും ഒന്നാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്ന തരത്തില് തീർച്ചയായും നമ്മുടെ കേരളത്തിന്റെ വാക്കുകളുടെ മാറ്റം കുറേ സംഭവിച്ചിട്ടുണ്ട്. വാക്കിനോളം തൂക്കമില്ല ഊക്കൻ ഭൂമിക്ക് പോലും എന്നാണ്. തീർച്ചയായിട്ടും ഒരുപാട് സമയം നമ്മൾ ഇന്ന് സംസാരിച്ചു. വളരെ സന്തോഷമുണ്ട് ഡോക്ടർ ശശികുമാറിനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ. അത് മാത്രമല്ല, ഏഷ്യാനെറ്റ് റേഡിയോ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിലും നന്നായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള സ്ഥലത്ത് ഇത്തരം ഒരു റേഡിയോയിൽ വരാൻ സാധിച്ചാലും സംസാരിക്കാൻ സാധിച്ചാലും അതും രമേഷിൻ്റെ കൂടെ ഇരിക്കാൻ സാധിച്ചാലും വളരെ വളരെ സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു. റോൾ മോഡലിൽ ഇന്ന് അതിഥിയായി എത്തിയത് പ്രമുഖ സ്പേസ് സയന്റിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനും IAS കോച്ചുമായ ഡോക്ടർ TP ശശികുമാർ.